രാവിലെ പള്ളിയിൽ പോയി സുബഹിസ്കരിച്ച് കണ്ട് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിക്കാണ്ട് ഇങ്ങനെ തിരിച്ച് റൂമിൽ പോയിരുന്ന് രാവിലെ മദ്രസോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഹോട്ടലിൽ പോയിക്കാണ്ട് പൊറാട്ടയും നല്ല മീനിൻ്റെ തലക്കറിയും കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഫീലിൻ്റെ മൂത്ത പങ്കൾ വിളിച്ച് കണ്ട് എയർപോർട്ടിൽ പോകേണ്ടത് പറഞ്ഞത്. ഒരു ഫാമിലിയൊക്കെ UK പോവാണ്. അപ്പോൾ ഓലെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് നേരെ തിരിച്ച് റൂമിൽ തന്നെ പോവുക. ഇന്ന് സ്ഥിരമായിട്ടുള്ള ഓട്ടങ്ങളൊന്നും ഇല്ല അസർ നിസ്കരിക്കണ വരെ. അപ്പോൾ ഇവരെ റൂമിൽ കിടക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോണത്. പക്ഷേ ഒന്നും പറയാൻ പറ്റൂല ഈ പണിയായതുകൊണ്ട്. അപ്പോഴാണ് മാഡം വിളിച്ചു കണ്ട് പറഞ്ഞത്, മുഹമ്മദ് ഇന്നലെ രാത്രി ട്രിപ്പ് പോയപ്പോൾ ഒരു ചെയിന് പോയിക്കണ്. അപ്പോൾ എവിടെ പോയിക്കണേ അറിയില്ല, ഫങ്ഷനിൽ പോയതാണോ വണ്ടിയിലുണ്ടോ ഒന്നും അറിയില്ല, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, കിട്ടുകയാണെങ്കിൽ എടുത്തേക്ക് അല്ലെങ്കിൽ വിട്ടാളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ചെക്ക് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയില്ല സാധനം. അങ്ങനെ എനിക്കൊരു സംശയം, സീറ്റിൻ്റെ ക്യാപ്പ് കൂടെ താഴത്തേക്ക് വീണിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ സീറ്റിൻ്റെ അടിയിലൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ സംഗതി കിട്ടിയിട്ട് ആ കിടക്കണം. ഞാൻ വിചാരിച്ച് ചെറിയ കുട്ടികളെ ചെറിയ എന്തെങ്കിലും ചെയിൻ കഴിക്കാരെന്ന്. സംഭവം ഗോൾഡാണ്, പക്ഷെ കുട്ടികളെ ചെയിനല്ല, നല്ല നീളമുള്ള ചെയിനാണ്. ഈ സ്ത്രീകൾ അരഞ്ഞാണായിക്കൊണ്ട് കിട്ടൂലേ, അതാണോ എന്ന് സംശയം. ഏതായാലും സാധനം കിട്ടി. മാഡത്തിന് വാട്സപ്പിൽ വിട്ടെടുത്ത് സാധനം കിട്ടിയേക്കണെന്ന് പറഞ്ഞുകൊണ്ട് ശേഷം ലിഫ്റ്റിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് തിരിച്ച് വിളിച്ച് ഭയങ്കര സന്തോഷമായി കണ്ടോ. കാരണം അവർക്ക് ഇവിടെ പോയിക്കണതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോഴാണ് എന്നോട് ഓരോന്ന് ചെക്ക് ചെയ്തിരിക്കണം വണ്ടിയിൽ, അതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ മാഡത്തിനായിട്ട് ജിമ്മിന് വന്നതാണ്. ജിമ്മിന് വന്നിരുമ്പോൾ ഇവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കണം. ആ സമയത്ത് തന്നെ ഞാൻ ഉച്ചഭക്ഷണം കഴിക്കൽ. അപ്പോൾ ഇന്തോനേഷ്യൻ ഫുഡാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. ഇതൊരു പയർ മുളപ്പിച്ചതും അതേപോലെ കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ എന്തൊക്കെയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കഫീലിൻ്റെ ഒരു രണ്ടാമത്തെ പെങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞിക്കണമെങ്കിലും അവൾ ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ നിന്നാണ് പോക്ക്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ. അവളെ മക്കത്തേക്കാണ് കല്യാണം കഴിച്ച് വിട്ടുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്ക് പണി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പം ഞാൻ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി വിട്ടെടുക്കണം. ശേഷം പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ മക്കത്തേക്ക് പോവും, അല്ലെങ്കിൽ ഞാൻ എടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൂടെ ഉള്ളൊരു ഏർപ്പാടാണിപ്പോൾ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് മരുഭൂമിയിലെ സായാഹ്നമൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്ന്. അങ്ങനെ അവളെ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാഡം വിളിച്ച് കണ്ട് ഒന്ന് പാണ്ട സൂപ്പർ മാർക്കറ്റ് പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് ഈ ഒരു സാധനങ്ങൾ അവർക്ക് ഇടയ്ക്കൊക്കെ വേണം കേട്ടോ. ഇതിൻ്റെ പേരൊന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല, എന്തൊക്കെയുണ്ട്. നമ്മൾ നാട്ടിൽ മാങ്ങയും മറ്റേതൊക്കെ ഉപ്പിലിടൂലേ, അപ്പോൾ അതേപോലെ എന്തൊക്കെ സാധനങ്ങളാണിത്. പക്ഷെ ഉപ്പിലിട്ടതല്ല, വേറെ എന്തൊക്കെ വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങി, എന്താ വാങ്ങണ്ടെന്നൊക്കെ മാഡം വാട്സപ്പിൽ വിട്ടെന്നീന് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അലകയെ പോയി. അലക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിന് പറഞ്ഞ പേരാണ് അലക. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതേപോലെ പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിലോ കിട്ടും, അതേപോലെ ഇതുപോലെ ചെറിയ ബോക്സിലാക്കിയത് കിട്ടും. വലിയ വലിയ കടക്കാർക്ക് വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ, അവർക്ക് ചാക്കോ വലിയ ബോക്സിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. വലിയ മാർക്കറ്റാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കണ്ട് ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ അതും ലിഫ്റ്റ് കൊണ്ടുവച്ച് ഞാൻ വന്നിരിക്കുന്നത് മക്കത്തേക്കാണ്. മക്കത്ത് ഇവിടെ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട്, എന്തോ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഗൈസ് മക്കത്തെത്തിയിട്ട് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, എന്തോ ഒരു ചെറിയൊരു ഫങ്ഷനാണ്, അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, രാത്രി ഓട്ടമുണ്ടെങ്കിൽ പിന്നെ വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ രാത്രി 1 മണിയും 2 മണിയൊക്കെ ആവും, ചിലപ്പം സുബി വരെ നീളും. അപ്പോൾ ഏതായാലും മാഡം വിളിച്ചുകൊണ്ട് പറഞ്ഞ് കുറേ നമ്മൾ റിട്ടേൺ പോകാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ ഫുഡ് പോയി കഴിച്ചോ, അതേപോലെ എൻ്റെ കൂട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ റൂമിൽ പോയിക്കാണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മളൊരു ചങ്കുണ്ട് ഇവിടെ, ഓനെ മുമ്പിലെ ഫാമിലിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്, ഡ്രൈവറാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കാണലുണ്ട്.
അപ്പോൾ ഈ പ്രാവശ്യം മോൻ്റെ ഫാമിലി ഫംഗ്ഷന് വരുന്നില്ല എന്നാണ്. അത് ചെറിയൊരു പരിപാടിയാണ്, അപ്പോൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൻ്റെ റൂമിലേക്ക് പോകണം. ഓൻ്റെ റൂമിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ, ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന വീടുണ്ട് ഇവിടെ മക്കത്ത്, അപ്പോൾ അവിടെ ആ പരിസരവും എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പോയി നോക്കാം. അങ്ങനെ ഞാൻ ഓൻ്റെ വീട്ടിൻ്റെ അവിടെ എത്താനായി. ഇവിടെ ഒരു ഡെവലപ്പ് ചെയ്ത് കണ്ട്, അതായത് പുതിയൊരു ഏരിയയാണ്, ബിൽഡിംഗ് ഹാളും ഇതൊക്കെ ആയി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വളരെ ശാന്തമായിട്ടുള്ള ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. മക്കത്ത് ഇങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ ഞാൻ വരുന്ന വരവിൽ ഒരു യൂ ടേൺ മിസ് ചെയ്ത്. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾക്കൊക്കെ അറിയാം, റോട്ടുമൊരു യൂ ടേൺ മിസ് ചെയ്താൽ പിന്നെ ഒരുപാട് കിലോമീറ്റർ പോയാലേ അടുത്ത യൂ ടേൺ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം വൈകി. സംഭവം 20 മിനിറ്റിൻ്റെ ഓട്ടമുള്ളൂ, പക്ഷെ അത് പിന്നെ 35 മിനിറ്റോളമായി. അങ്ങനെ ആ കാണുന്നതാണ് അവൻ്റെ റൂം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോനെ, ഞാൻ വരുന്നത് വിളിച്ച് പറഞ്ഞിരുന്നു. സോറി, ആ കാണുന്നതല്ല, ഈ കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കണ പഹയൻ. അവൻ്റെ പേരാണ് അമീർ. നമ്മളെ കുറേ വർഷങ്ങളായിട്ടുള്ള കട്ടച്ചങ്കാണ്, നാട്ടുകാരനുമാണ്. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഞാൻ ഹെഡ്ലൈറ്റ് അടിച്ചപ്പോൾ അവനക്ക് ദേഷ്യം വന്നിട്ട് അടിക്കാൻ വരികയാണ് അവന്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിക്കണത് അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ഓടി ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ്, അവാലി എന്ന് പറയും. ഇവിടേക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരലുണ്ടെങ്കിലും വീഡിയോയിൽ കാണിക്കണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ കഫീലിൻ്റെ വണ്ടി. മൂപ്പര് ഇപ്പോൾ ഇവിടെ ഇല്ല, മൂപ്പര് അൽബഹയിലാണ്. അതുകൊണ്ട് വണ്ടി ആകെ പൊടി അടിച്ചെടുക്കണത്. അതായിരുന്നു എൻ്റെ റൂം ഇട്ടാ, ഈത്തപ്പഴ മരത്തിൻ്റെ ബാക്കിൽ കാണുന്നത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്, കാരണം ഒരുപാട് വർഷങ്ങൾ ഞാനിവിടെ വർക്ക് ചെയ്തതാണ്. നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ, ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നൊരു സ്ഥലമാണത്. അന്ന് ഞങ്ങൾ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ആകെ 2 ആളുള്ളൂ, ബാക്കി എല്ലാവരും എക്സിറ്റ് അടിച്ച് പോയി. ഇതാണ് ആ റൂമിൻ്റെ ഉൾവശം കേട്ടോ. ഇത് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോകളാണ്. ഞാനന്ന് മേടിച്ച ലാപ്ടോപ്പാണത്. ഇതൊരു ചെറിയ കിച്ചൺ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയൊരു ബോക്സ് പോലെയാണ്, ക്രെയിനിൽ കൊടുന്ന് വെക്കുന്നതാണത്. പിന്നെ അത് ബാത്റൂം അതിലേറെ വലുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് ഓടിച്ച വണ്ടി, അതായത് നാട്ടിൽ ആൾട്ടോ ഓടിച്ചുകൊണ്ട് സൗദിയിലെത്തിയിട്ട് ഓടിച്ച വണ്ടിയാണത്. ഇത് മക്കത്തൊരു മലൻ്റെ മുകളിലാണ്. ഞങ്ങളെ രണ്ടാളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണത്. നാളെ ഇതിലൊരു വീഡിയോ പ്രതീക്ഷിക്കാം. ചില പറഞ്ഞു ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ തോന്നിക്കോളുന്നില്ല, പക്ഷേ എനിക്കും എൻ്റെ കൂടുതലും ഇതിലൊരുപാട് മെമ്മറി ഉണ്ട്. നമ്മളെന്താ പറഞ്ഞു അമീറ പറഞ്ഞത്, ഇനി ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തുമോയെന്ന് ചോദിച്ചിരുന്നു, നമ്മളത് കാണുമോ എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ രണ്ടാളും പഠിച്ചോ കൂടെ എത്തിച്ച് നാളെ കുറച്ച് കഴിഞ്ഞാൽ അതാണ് ഈ സ്ഥലം. ഞങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ? അതൊരു 8 വർഷം. 8 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടാളും വന്ന് ഇരുന്ന് ഗാവൊക്കെ കുടിച്ചിരുന്നൊരു സ്ഥലമാണിത്. ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഇതേപോലെ ഈ വണ്ടി കിടക്കുന്നിടത്ത് എൻ്റെ വേറെ വണ്ടീന് ഞാൻ ഓടിച്ചിന്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കില്ല അമീറ, ഇവിടെ ഫർഷൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എക്സിറ്റ് അടിച്ച് പോകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു സംഭവമാണ്, ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു വരവ് ഉണ്ടാവുമോ, ഈ സ്ഥലം നമ്മൾ കാണുമോ എന്നൊക്കെ. പക്ഷേ പടച്ചോൻ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടാളും കൂടെ വന്ന് അതേപോലെ തന്നെ ഒന്ന് കാണാൻ പറ്റി. യെസ്, അതാണ് ലൈഫ്. എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ലൈഫ് കഴിഞ്ഞെന്ന്. പക്ഷെ അങ്ങനെയല്ല, പടച്ചോൻ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കണതെന്ന് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാൽ നമ്മളിവിടെ എത്താൻ വിചാരിച്ചാൽ ഇവിടെ ഇതിനപ്പുറത്ത് എത്തും ഒരിക്കലും. ഇപ്പം കിടക്കണമൊക്കെ ഞങ്ങളിവിടെ മോൻ
വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടെ എന്തുണ്ടാവില്ല നിങ്ങൾ ആരും ഇവിടെ കാണില്ല വാ നല്ല ബീഫും പൊറോട്ടയും തന്നെ ഇപ്പോൾ പോകണം വാ എനിക്കറിയാടാ ആടാ അതാണ് പറഞ്ഞത് നേരെ വേഗം നമുക്ക് റൂമിൽ പോകുന്നത് കഴിക്കാം അപ്പോൾ ഇതിനൊരു ടൈമൊക്കെ ആവും ബീഫ് നോക്കിയാ അപ്പോൾ ഗൈസ് ഞാൻ അവൻ്റെ റൂമിൽ നിന്ന് പോന്നിട്ടാ പിന്നെ ഞങ്ങളെ കാണിച്ചുന്ന സ്ഥലം അതാ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾ മക്കത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ ഒരു മലൻ്റെ മുകളിലാണത്. അപ്പോൾ അവിടെ പോയിരുന്ന് കണ്ട് ഈ കാപ്പി ഗാവിയും ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക, പിന്നെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കൊറോണൻ്റെ മുന്നാണ് ഈ സംഭവം കേട്ടോ. ആ സമയത്ത് ആദ്യം എക്സിറ്റ് അടിച്ച് പോയി ആ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ള ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരിങ്ങനെ പോയി, പിന്നെ ഞാനും എക്സിറ്റ് അടിച്ച് പോയി. അപ്പോൾ ഈ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് മുമ്പ് ഞാനും മുമ്പിനൊക്കെ കൂടെ വന്നിരുന്നു. അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, പിന്നെ അതായത് ഞങ്ങൾ മക്കത്തിന് എക്സിറ്റ് അടിച്ച് പോവാണ്, വീണ്ടും മക്കത്തേക്ക് വരുന്നൊരു ഇതില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കണ്ട് പറഞ്ഞിരുന്നു, പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു മക്കത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ വന്നിരിക്കുമോ, അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ ഇനി കാണുമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് 100% ഒരു ഉറപ്പില്ലാത്ത കാര്യം കേട്ടാ. പക്ഷെ ഞങ്ങൾ നോക്കി, പിന്നെ ഇന്ന് യാദൃശികമായിട്ട് മക്കത്തേക്ക് വന്ന് ഓനക്കും എനിക്കും ഒരേപോലെ അവിടെ പോകാനുള്ള സമയം കിട്ടി. അതായത് ഓനക്കും ഓട്ടം കാര്യങ്ങളൊന്നുമില്ല, എനിക്കും പിന്നെ ഫ്രീ ആയിക്കാണ്ടുള്ള സമയം കിട്ടി. ഞങ്ങൾ രണ്ടാളും അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി, ഞങ്ങൾ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ലൈഫ്. നമ്മൾ എന്താ പറയുക, പല കാര്യങ്ങളും നടന്നില്ലേ, അല്ലെങ്കിൽ എന്താ ചെയ്യുക, നടക്കുമോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പം അന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്ന് നടന്നത്. രണ്ടാളും അതേ സ്ഥലത്ത് വന്നുകാണ്ട് അവിടെ കുറച്ച് നേരം ചിലവഴിച്ച് കാര്യങ്ങളൊക്കെ. ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് അത് ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ്. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല പോവുക. ഇന്ന് പിന്നെ അവിടേക്ക് എത്തുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ വരെ, അതായത് ഞാൻ ഓൻ്റെ റൂമിലേക്ക് പോണത് വരെ ഒരിക്കലും അവിടെ പോയി ഞങ്ങൾ സംസാരിക്കണ അല്ലെങ്കിൽ അവിടെ പോയി പിന്നെ ടൈം സ്പെൻഡ് ചെയ്യണ ഒരു കാര്യം ആലോചിച്ചിട്ട് കൂടല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ റിട്ടേൺ റൂമിലെത്തിയപ്പോൾ മാഡം വിളിച്ചുകൊണ്ട് ചോദിച്ച്, മുഹമ്മദ് ജി ഫുഡ് കഴിച്ചിക്കണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന്. കാരണം കഴിച്ചിക്കണമെങ്കിലും ഫുഡ് കിട്ടിയാലും എടുത്തേക്കും ഞാൻ, കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസം കഴിക്കാമല്ലോ. അങ്ങനെ മാഡം വിളിച്ചുകൊണ്ട് തന്നതാണ് ഇട്ടത്. നല്ല മീൻ പൊരിച്ചതും, ഏത് മീനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതും അതിൻ്റെ കൂടെയുള്ള റൈസും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് സാധനം കേട്ടോ. അപ്പോൾ നമ്മളെ മീനിൻ്റെ മണം കേട്ടുകാണ്ട് നമ്മളൊരു തള്ളപ്പൂച്ചുണ്ട് ഇവിടെ, അത് ഓടി എത്തിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് കണ്ട് ഓൾക്കൊടുത്ത്. ഇത് പിന്നെ എന്തോ ഒരു സൂപ്പാണ്, അതായത് ചെമ്മീൻ്റെതൊക്കെ ഇട്ട് കണ്ടൊരു കറിയല്ല, സൂപ്പ് പോലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മക്കത്തുനിന്ന് ഞാനെല്ലാം പൊറാട്ടയും ബീഫൊക്കെ തിന്നതുകൊണ്ട് ഇതേതായാലും ഇപ്പോൾ ഞാൻ കഴിക്കണില്ല. ഞാൻ അങ്ങനെ ചെയ്യലിട്ട് അധികവും. കാരണം ഇവരെ ഫുഡ് കിട്ടുക എപ്പോഴാണെന്ന് വെച്ചാൽ, സൗദിയിലെ ഓസ്ട്രേലിയന്മാർക്ക് ഇവിടെ ഫുഡ് എന്നും കിട്ടുന്നില്ല, പക്ഷേ കിട്ടുന്നത് എപ്പോഴാണെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാനും കിട്ടുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, നാളെ കഴിക്കാമെന്നുള്ള രീതിയിൽ അത് ഒരു പാത്രത്തിലാക്കി. പിന്നെ രാവിലെ കഴിക്കാനുള്ള സാമൂലി ഇവിടെ ഉണ്ട്, കോഴിമുട്ടയുണ്ട്. അപ്പോൾ അത് രാവിലെ കഴിക്കുകയും ചെയ്യാം. ഈ ചോറെന്ത് ചെയ്യുക, ഉച്ചക്കും കഴിക്കുക എന്നുള്ള രീതിയിൽ അതൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ച്. പിന്നെ നമ്മളെ സൂപ്പാണുള്ളത്, അതിപ്പോൾ കഴിക്കുകയും ചെയ്യുക. കാരണം അത് നാളൊക്കെ എടുത്തേക്കാൻ പറ്റൂല എന്നല്ല, അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതിൽ ഇല കിടക്കണതാ. ഈ ഇല എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലെ ചെറുനാരങ്ങല്ലേ, നാട്ടിലല്ല എല്ലായിടത്തുള്ള ചെറുനാരങ്ങ ഉണ്ടല്ലോ, ആ ചെറുനാരങ്ങൻ്റെ ഇലയാണ് ഇട്ടത്. നമ്മുടെ നാട്ടിലൊന്നും കറിയിലിട്ടണത് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.